എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വേദമണിമുത്ത് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം അങ്ങനെ ഈ പതി സംസ്കാരം വന്നത് അല്ലെങ്കിൽ വരാനുള്ള കാരണം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അതായത് ഈ ഈ ആത്മാക്കൾ മരിച്ചു പോയവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി ഇങ്ങനെ അവിടെ കുടിയിരുത്തി. ഇനി ഈ കുടിയിരുത്തുക എന്ന് പറയുന്നത് അത് എന്താണെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കാരണം എനിക്കറിയാവുന്ന രീതിയിൽ ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ 6 ഇന്ദ്രിയങ്ങളുണ്ട്, ഏഴ് ചക്രങ്ങളുണ്ട്, അല്ലെങ്കിൽ 7 ചക്രങ്ങളുണ്ട്. അതായത് ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, വിശുദ്ധി, അനാഹത, ആജ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സഹസ്രാരവും വരെ 7 ചക്രങ്ങളുണ്ട്, അല്ലെങ്കിൽ 7 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പം ഈ 7 ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്ന, അതായത് ഇപ്പം അന്നൊന്നും ഗണപതി എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിവില്ലാത്ത കാലം, അതായത് ഗണപതി, അതായത് നമ്മുടെ മൂലാധാരം എന്ന് പറയുന്ന കുണ്ടലിനി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുണ്ടലിനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂലാധാരം എന്ന് പറയുന്നത് നമ്മുടെ അതിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പിന്നീട് വരും വീഡിയോകളിൽ പറയാം. എങ്കിലും ഞാൻ ഇതിൻ്റെ ജസ്റ്റ് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകും. അപ്പം ഈ മൂലാധാരം അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയെ ഉണർത്തുക എന്നൊക്കെ പല ആശാന്മാരും ഇവിടെ പല അറിവുള്ളവരും പല ഗുരുക്കന്മാരും ഇവിടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുക എന്നും പറഞ്ഞുകൊണ്ട് പല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന സ്ഥലം കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. നമ്മുടെ മലദ്വാരത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഇടയ്ക്ക് 1 ഇഞ്ച് സ്ഥലമുണ്ട്. ആ 1 ഇഞ്ച് സ്ഥലത്താണ് ഈ മൂലാധാരം എന്ന് പറയുന്ന നമ്മുടെ കുണ്ടലിനി എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അപ്പം ഇനി മനുഷ്യൻ, അതായത് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ത് എനർജിയിലാണെന്ന് ആർക്കെങ്കിലും അറിയാം. ഇപ്പം പെട്രോൾ ഒഴിച്ചാൽ ഓടുന്ന കാറുണ്ട്, ഡീസൽ ഒഴിച്ചാൽ ഓടുന്ന കാറുണ്ട്, അതുപോലെ തന്നെ ഗ്യാസിൽ ഓടുന്ന കാറുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ പല വർക്കുകൾ നടക്കുന്നുണ്ട്, പല രീതിയിൽ പല വർക്കുകൾ. അപ്പം നമ്മൾ ഇതിനകത്ത് ഏത് എനർജിയിലാണ് നമ്മൾ ഓടുന്നതെന്നറിയാമോ? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൊണ്ടാണ്. അതായത് നമ്മുടെ ശരീരം തണുത്തു പോകും. നമ്മൾ മരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ശരീരം തണുത്ത് ഐസ് പോലാകും. അപ്പം നമ്മുടെ ശരീരത്തിൽ ചൂട് പോയെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ശരീരം മൊത്തം, നമ്മുടെ ശരീരത്തിലുള്ള സർവ്വ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് ചൂട് കൊണ്ടാണ്. അപ്പം ഈ ചൂട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സേഫ്റ്റി ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ പറഞ്ഞ കുണ്ടലിനി അല്ലെങ്കിൽ മൂലാധാരം ഇരിക്കുന്ന സ്ഥലം ആണ്. അതായത് നട്ടെല്ലിൻ്റെ അറ്റം വന്ന് നിൽക്കുന്ന സ്ഥലം അതാണ്. അപ്പം ഈ മൂലാധാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കുണ്ടലിനി എന്ന് പറയുന്ന ഈ സ്ഥലമാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സേഫ്റ്റി ആയിട്ടിരിക്കുന്ന സ്ഥലം അതാണ്. അപ്പം ഈ സ്ഥലത്ത്, അതായത് നമ്മുടെ ഗുദം വന്നിങ്ങനെ അടഞ്ഞ് മൂടി, ഇത് അത്രയ്ക്കും സേഫ്റ്റി ആയിട്ടാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അപ്പം ഈ സ്ഥലം അങ്ങനെ അത്രയ്ക്കും മൂടപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് നമുക്ക് അനുഭവപ്പെടും, ഒരു ചൂട്. അപ്പം ആ ചൂടാണ് മേളിലേക്ക് കയറി മറ്റുള്ള ശരീര ഭാഗങ്ങളിലേക്കെല്ലാം ഈ ചൂട് കയറിപ്പോയിട്ടാണ് നമ്മുടെ ബ്ലഡ് അടക്കം, നമ്മുടെ രക്തമടക്കമുള്ള ഈ സർവ്വതും ചൂടായി നിൽക്കണം. ചൂടിലൂടെയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ചൂട് കൊണ്ടാണ്. അപ്പം ഇതിവിടെ നിന്ന് കിട്ടുന്ന ചൂടാണ്. ഈ ചൂടുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചൂട് നിന്നുപോയാൽ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പം ഒരു ഐസ് പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മുറിക്കകത്ത് നമ്മളെ കയറ്റി അടച്ചിട്ടാൽ നമ്മൾ മൊത്തം ശരീരം തണുത്ത് നമ്മൾ മരിച്ചു പോകും. അതല്ലെങ്കിൽ ഒരു ഐസ് കട്ടയുടെ മേളിൽ കയറ്റി ഇരുത്തിയാലും നമ്മൾ ഈ ചൂട് എല്ലാം തണുത്ത് പോയി കഴിഞ്ഞാൽ ബ്ലഡ് എല്ലാം കട്ടയായി നമ്മൾ മരിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ള ഒരു
ചൂടാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. അപ്പം ഈ ചൂട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടലിനിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ ചൂട്. അപ്പം ഈ ചൂടില്ല എങ്കിൽ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം കുണ്ടലിനി ശക്തിയെ ഉണർത്തുക അല്ലെങ്കിൽ മൂലാധാരത്തെ ഉണർത്തുക എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി ശക്തി എപ്പോഴും ഉണർന്നായിരിക്കുന്നത്. ആർക്കും അറിയില്ല എന്നല്ല, അറിയാമെങ്കിൽ അവർ പറയില്ല എന്നുള്ളതാണ്. കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും, നമുക്ക് ചൂട് കിട്ടില്ല. അപ്പം അത് പ്രത്യേകം ഉണർത്തേണ്ട കാര്യമില്ല, ഇത് ഉണർന്നാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവതകൾക്ക് പേര് വീഴുന്നത് മുഴുവൻ ഇവിടെയാണ്. അതായത് നമ്മുടെ നമ്മളിപ്പോൾ ഒരു പൂജ ചെയ്യുവാണെങ്കിൽ ഇത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ബുദ്ധനോ സിഖ് മതമോ ഇങ്ങനെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇതുമായിട്ട് ഒരു മതങ്ങളുമായിട്ട് ഒരു ജാതിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതൊക്കെ പിന്നീട് വന്ന മതങ്ങളും പിന്നീട് വന്ന ജാതി വ്യവസ്ഥയും ഒക്കെ ഇതിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി അവനെ പറ്റത്തുള്ളൂ ഇവനെ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. മനുഷ്യനായി ഉള്ളിടത്ത് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇവന് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ഈ കുണ്ടലിനി ശക്തി എപ്പോഴും ഉണർന്നാണ് ഇരിക്കുന്നത്. കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കാത്തവൻ മരണപ്പെട്ടു പോകും. അവൻ്റെ ബ്ലഡ് ചൂടാവില്ല, അവൻ്റെ ശരീരം ചൂടായിരിക്കില്ല. ചൂടില്ലെങ്കിൽ മനുഷ്യൻ മരണപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് കുണ്ടലിനി ശക്തി ഉണർത്തുക എന്ന് പറഞ്ഞൊരു സംവിധാനമൊന്നുമില്ല, ഉണർന്നാണ് ഇരിക്കുന്നത്. പിന്നീട് അവിടുന്ന് മേളിലേക്കാണ് ഉണർത്തൽ വരുന്നത്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള 6 ചക്രങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പണി. മനസ്സിലായില്ലേ? അപ്പം ഈ കുണ്ടലിനി എപ്പോഴും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണർന്നിരിക്കുന്ന ഈ കുണ്ടലിനിയുടെ ശക്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ഓൾറെഡി ജീവിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം. അതായത് ഈ നമ്മുടെ നട്ടലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ, മൂലാധാരത്തിൽ നിന്നും തുടങ്ങി നമ്മുടെ മേളിലേക്ക് ആജ്ഞാചക്രത്തിൻ്റെ അവിടം വരെ നമ്മുടെ നട്ടൽ നിൽക്കുന്നുണ്ട്. അപ്പം ഈ നട്ടലിൻ്റെ ഈ പ്രവർത്തനം, അതായത് 12 അങ്കുലം നീളത്തിലാണ് നമ്മുടെ ഈ നട്ടൽ നിൽക്കുന്നത്. ഈ 12 അങ്കുലം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ നട്ടലിന് 33 കശേരുക്കളാണ്. അതായത് 33 അടുക്കുകൾ. ഇങ്ങനെ ഓരോരോ അടുക്കുകൾ ഇങ്ങനെ റൗണ്ടിൽ കഷ്ണമായിട്ട് ഓരോരോ അടുക്കുകൾ, 33 അടുക്കുകൾ. അത് 33 കശേരുക്കുയിലാണ് ഈ നട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്തൂടെയാണ് സുഷ്മിനാ നാഡി എന്ന് പറഞ്ഞൊരു നാഡി പോകുന്നത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കൂടെ ഇട പിങ്കള എന്ന് പറഞ്ഞ ഇടത് സൈഡിലെ നാടിക്ക് ഇട എന്നും വലത് സൈഡിലെ നാടിക്ക് പിങ്കള എന്നും പേരുണ്ട്. അതിങ്ങനെ ഈ നട്ടലിനെ ചുറ്റിപ്പിരിഞ്ഞാണ്, 2 സൈഡും കൂടി ചുറ്റിപ്പിരിഞ്ഞാണ് പോകുന്നത്. അപ്പം ഈ പോകുന്ന, അതായത് ഈ നമ്മൾ എടുക്കുന്ന ശ്വാസം, നമ്മളെല്ലാവരും ഒരു മിനിറ്റിൽ എത്ര ശ്വാസം നമ്മൾ ശ്വസിക്കുന്നുണ്ടെന്നോ, ഒരു ദിവസം എത്ര ശ്വാസം ശ്വസിക്കുന്നുണ്ടെന്നോ, ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ എത്ര ശ്വാസം ശ്വസിക്കുന്നുണ്ടെന്നോ ഒന്നും ആർക്കും അറിയില്ല. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ശ്വസിക്കുന്നു. അതിനകത്ത് ഒരു മിനിറ്റിൽ എത്ര ശ്വാസം ശ്വസിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ കണക്കെടുക്കുന്നില്ല, നമ്മളതിലേക്കൊന്നും പോകുന്നുമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റാണത്. അപ്പം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ജനിച്ച് വീണ് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മളായി, നമ്മുടെ ഇഷ്ടങ്ങളായി, നമ്മുടെ ആഗ്രഹങ്ങളായി, നമ്മുടെ ചിന്തകളായി നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്വാസം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതില്ല എങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മാത്രം നമുക്കറിയാം. ഇതില്ല എങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ അറിയാം. പക്ഷേ ഇതിനെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, എന്തോരം നമ്മൾ വലിക്കണം, എത്ര നേരം വെക്കണം, എത്ര നേരം, ഇതിനെപ്പറ്റിയൊന്നും ഇതൊക്കെ വരും വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് വരും വീഡിയോകൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ 33 കശേരുക്കൾക്ക് അപ്പുറം ഇപ്പുറം ഇട പിങ്കള എന്ന് പറഞ്ഞ 2 നാഡിയും നടുക്കൂടെ മറ്റൊരു സുഷ്മിന എന്ന് പറയുന്ന ഈ 3 നാഡിയിലാണ് നമ്മുടെ മെയിൻ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പം ഇതിലൂടെയാണ് ശ്വാസത്തിൻ്റെ ഒരു ഇത് നടക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഈ ശ്വാസത്തിനെ പറ്റിയും ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ 33 കശേരുക്കൾക്കിടയിൽ, ഒരു കശേരുവിനിടയിൽ, അല്ലെങ്കിൽ ഒരു അടുക്കിൻ്റെ ഇടയിൽ 1 കോടി ദേവതകളാണ്. 1 കോടി ദേവതകൾ. അപ്പം അങ്ങനെ 33 കശേരുക്കൾക്കിടയിൽ 33 കോടി ദേവതകളാണ് ഉള്ളത്. മനസ്സിലായോ? ഇതിനുള്ളിലാണ്, പുറത്തല്ല, അമ്പലത്തിലല്ല ഇരിക്കുന്നത്, ക്ഷേത്രത്തിലും അല്ല ഇരിക്കുന്നത്, ഇതിനകത്താണ്, നമ്മുടെ ശരീരത്തിനുള്ളിലായിരിക്കും 33 കോടി ദേവതകൾ ഇരിക്കുന്നുണ്ട്, ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിനകത്തെ ആദ്യത്തെ ആളാണ് ഗണപതി. അപ്പം ഈ 33 കശേരുക്കൾക്കിടയിലിരിക്കുന്ന ഈ 33 കോടി ദേവറുകളും അതിൻ്റെ ഇടവും വലവുമായിട്ട്, ഇട പിങ്കള എന്ന് പറയുന്ന ഇടവും വലവുമായിട്ട് ഈ പിരിഞ്ഞു പോകുന്ന ഇതിനിടയിൽ
66,000 കോടി, അതായത് 33 66,000 കോടി അസുരഗണങ്ങളാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 33 കോടി ദേവഗണങ്ങളും 66,000 അസുരന്മാരും കൂടെ കൂടിയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഈ ഈ ഈ നമ്മുടെ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇവരുമായിട്ടുള്ളൊരു മത്സരമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം ഈ പറയുന്ന ഗണപതി, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പതിയിരുത്തുന്നതിനെ പറ്റി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ പതിയിരുത്തുന്നതിനെ പറ്റി. അപ്പം പതി എന്ന്, ഗണപതി എന്ന് പറയുന്ന, ഗണം എന്ന് പറയുന്ന കണക്കാ, കണക്കിൻ്റെ പതി, കണക്കിൻ്റെ കുലപതി. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഇതും കണക്കിലാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ചലനവും കണക്കിലാണ്, ഈ ഗ്രഹങ്ങളുടെ ഇതെല്ലാം കണക്കിലാണ് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മൊത്തം കണക്കിലാണ് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് തന്നെ നമുക്ക് കാവുകളെ പറ്റിയും മറ്റുള്ള നമ്മുടെ പ്രകൃതിയെ പറ്റിയും നമ്മുടെ കുലദേവതയെ പറ്റിയുമൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഓ